ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3-ാമത്തെ ചാപ്റ്റർ, ഈ പോയമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. വില്യം വേഡ്സ്വർത്ത് ഇതിൻ്റെ പോയറ്റ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ വില്യം വേഡ്സ്വർത്ത്. വില്യം വേഡ്സ്വർത്ത് പ്രശസ്തനായ ഒരു റൊമാൻറ്റിക് പോയറ്റാണ്, വേൾഡ് ഫേമസ് റൊമാൻറ്റിക് പോയറ്റ്. അപ്പോൾ നമുക്ക് ഈ കവിതയുടെ ലൈൻസ് അതിൻ്റെ അർത്ഥസഹിതം വായിക്കാം. ഐ ഹേർഡ്, ഞാൻ കേട്ടു, 1000, 1000 ബ്ലെൻഡഡ് നോട്ട്സ്, മിക്സഡ് ആയിട്ടുള്ള മ്യൂസിക്. ബ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്ന, നോട്ട്സ് എന്ന് പറഞ്ഞാൽ സംഗീതങ്ങൾ. നമ്മൾ സാധാരണ നോട്ട് എഴുതുന്നതിന് നോട്ട്സ് എന്ന് പറയും, എന്നാൽ ഒരു കവിതയിൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കാണ്, സംഗീതമാണ്. ഓക്കെ, ഐ ഹിയർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്, ഞാൻ 1000 കൂടിക്കലർന്ന സംഗീത സ്വരങ്ങൾ കേട്ടു. വൈൽ ഇൻ എ ഗ്രൂവ്, ഒരു മരത്തോട്ടത്തിലായിരുന്നപ്പോൾ, ധാരാളം മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നപ്പോൾ. ഐ സൈറ്റ് റിക്ലൈൻഡ്, ഞാൻ അവിടെ ഇരുന്നു. റിക്ലൈൻഡ്, വിശ്രമിച്ചുകൊണ്ട്, ചാരിക്കിടന്നുകൊണ്ട്. അപ്പോൾ ആ മരത്തോപ്പിൽ ഞാൻ വിശ്രമിക്കാനായി ഒരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ ചാരിക്കിടക്കുകയായിരുന്നു. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, ആ മാധുര്യമുള്ള മൂഡിൽ, മാനസികാവസ്ഥയിൽ. വെൻ പ്ലസൻറ്റ് തോട്ട്സ്, ആനന്ദകരമായ ചിന്തകൾ, സന്തോഷം നിറഞ്ഞ ചിന്തകൾ. ബ്രിങ്, കൊണ്ടുവരുന്നു. സാഡ് തോട്ട്സ്, ദുഃഖകരമായ ചിന്തകൾ. ടു ദ മൈൻഡ്, മനസ്സിലേക്ക്. ആനന്ദകരമായ ചിന്തകളിൽ അങ്ങനെ കവി അവിടെ കഴിച്ചു കൂട്ടിയപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് എന്തു വന്നു? ദുഃഖകരമായ ചിന്തകൾ വന്നു. ടു ഹെർ ഫയർ വർക്ക്സ്, അവളുടെ മനോഹരമായ വർക്കുകളിലേക്ക്, മനോഹരമായ കാര്യങ്ങളിലേക്ക്. ഡിഡ് നേച്ചർ ലിങ്ക്, പ്രകൃതി ബന്ധിപ്പിച്ചു. ദ ഹ്യൂമൻ സോൾ, മനുഷ്യാത്മാവിനെ. ദാറ്റ് ത്രൂ മീ റാൻ, എന്നിലൂടെ ഓടുന്ന, എൻ്റെ ഉള്ളിലുള്ള മനുഷ്യാത്മാവിനെ പ്രകൃതി അവളുടെ മനോഹരമായ കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചു. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ്, വല്ലാതെ ദുഃഖിപ്പിച്ചു. മൈ ഹാർട്ട്, എൻ്റെ ഹൃദയം വല്ലാതെ ദുഃഖിച്ചു. ടു തിങ്ക്, ആലോചിക്കാൻ. ഈ ഒരു ചിന്ത വന്നപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ ദുഃഖിച്ചു. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എന്തൊരു ക്രൂരതയാണ് മനുഷ്യനോട് തന്നെ കാണിക്കുന്നത്. കാരണം മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ അത് മനുഷ്യനോട് തന്നെയുള്ള ക്രൂരതയാണ്. മനുഷ്യന് നന്നായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ, മനുഷ്യനും ജീവജാലങ്ങൾക്കൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പ്രകൃതി അതിൻ്റെ തനിമയോടെ നിലനിൽക്കണം. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയോട് ക്രൂരത കാണിക്കുന്നുണ്ട്. അതാണ് ആ പിക്ചറിൽ ആദ്യം തന്നെ അതിൻ്റെ ആ പോയത്തിൻ്റെ ടൈറ്റിലിന് കീഴെ കൊടുത്തിട്ടുള്ള ആ പിക്ചറിൽ നമുക്ക് കാണാം. ഒരു സൈഡിൽ മനോഹരമായ പ്രകൃതിയുണ്ട്, പക്ഷേ മനുഷ്യൻ അവിടെ JCB ഒക്കെ വന്നിട്ട് അത് നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ ക്രൂരത. ആ ക്രൂരത ആലോചിച്ചപ്പോഴാണ് കവിയുടെ ഹൃദയം വല്ലാതെ ദുഃഖിച്ചത്. ഗ്രീവ്ഡ്. ത്രൂ പ്രിംറോസ് ടഫ്റ്റ്സ്, പ്രിംറോസ് ചെടികളുടെ കൂട്ടത്തിൽ കൂടി. പ്രിംറോസ് ടഫ്റ്റ്സ്, പ്രിംറോസ് ചെടികളുടെ കൂട്ടങ്ങൾ. ഇൻ ദാറ്റ് ഗ്രീൻ ബോവർ, ആ പച്ചപ്പുള്ള വള്ളിക്കുടിലിൽ. കാരണം വള്ളിക്കുടിൽ എന്ന് പറഞ്ഞാൽ അവിടെ ചെടികളും മരങ്ങളും വള്ളിച്ചെടികളും ഒക്കെ നിറഞ്ഞിട്ടുള്ള തണൽ. ആ തണലിലാണ് കവി അവിടെ വിശ്രമിക്കുന്നത്. അതാണ് വള്ളിക്കുടിൽ, ഗ്രീൻ ബോവർ എന്ന് പറയുന്നത്. ദ പെരിവിങ്കിൾ ട്രെയിൽഡ്, പെരുവിങ്കിൾ ചെടി നിലത്തുകൂടെ പടർന്നു നിൽക്കുന്നുണ്ട്. പടരുന്ന ചെടിയാണ് പെരുവിങ്കിൾ. ഇറ്റ്സ് റീത്ത്സ്, അതിൽ നിറയെ റീത്ത്, പുഷ്പമാലകളുണ്ട്, പുഷ്പഹാരങ്ങൾ. നിറയെ പൂക്കളുമായിട്ട് പെരുവിങ്കിൾ ചെടി നിലത്തൂടെ, അത് ഗ്രൗണ്ടിലൂടെ പടർന്നു നിൽക്കുന്നുണ്ട്. ആൻഡ് ഇസ് മൈ ഫെയ്ത്ത്, അതാണ് എൻ്റെ വിശ്വാസം. ദാറ്റ് എവ്രി ഫ്ലവർ, എല്ലാ പൂക്കളും. എൻജോയ്സ്, ആസ്വദിക്കുന്നു. ദ എയർ, വായു. ഇറ്റ് ബ്രീത്ത്സ്, അത് ശ്വസിക്കുന്ന വായു. എല്ലാ ചെടികളും ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാൻസയിൽ പറഞ്ഞ കാര്യം ചെടികളെയും പൂക്കളെയും കുറിച്ചാണ്. ചെടികളും പൂക്കളും വരെ എൻജോയ് ചെയ്യാണ് എന്നാണ് കവി പറയുന്നത്. അതാണ് കവിയുടെ വിശ്വാസം. വില്യം വേഡ്സ്വർത്തിൻ്റെ വിശ്വാസം
അവിടെ അദ്ദേഹം പ്രകൃതിയെ ആസ്വദിക്കുകയാണ്, അതേപോലെ തന്നെ ചെടികളും പൂക്കളും വരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ്, എനിക്ക് ചുറ്റുമുള്ള പക്ഷികളും ചാടി ആൻഡ് പ്ലേഡ്, കളിച്ചു. ബേർഡ്സും ചാടി കളിക്കുകയാണ്, പക്ഷികളും അവിടെ ആനന്ദത്താൽ ചാടി കളിക്കുകയാണ്. ദെയർ തോട്ട്സ്, അവയുടെ ചിന്തകൾ ഐ കനോട്ട് മെഷർ, എനിക്ക് അളക്കാൻ കഴിയില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ, എന്നാൽ അവയുടെ നേരിയ ചലനം, വിച്ച് ദേ മെയ്ഡ്, അവ ഉണ്ടാക്കുന്ന നേരിയ ചലനം, ഇറ്റ് സീംഡ്, അത് കാണപ്പെട്ടു, എ ത്രിൽ ഓഫ് പ്ലഷർ, ആനന്ദത്തിൻ്റെ പുളകം, ആനന്ദപുളകം, ആനന്ദത്തിൽ അവർ ആറാടുകയാണ് എന്ന് അവയുടെ ചലനം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പറയുന്നത് ബേഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ബേഡ്സും ആനന്ദത്തിൽ ആറാടുന്ന കാഴ്ചയാണ് പോയറ്റ് ആ പ്രകൃതിയിൽ കാണപ്പെടുന്നത്, ആ പ്രകൃതിയിൽ കാണുന്നതും ആസ്വദിക്കുന്നതും. അപ്പോൾ പറഞ്ഞ കാര്യം പ്ലാന്റ്സും ഫ്ലവേഴ്സും എൻജോയ് ചെയ്യുന്ന കാര്യം പറഞ്ഞു മുമ്പത്തെ സ്റ്റാൻസയിൽ. ഇതിൽ പറഞ്ഞത് ബേഡ്സ് എൻജോയ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അടുത്ത സ്റ്റാൻസ, ദ ബഡ്ഡിംഗ് ട്വിഗ്സ്, വളരുന്ന ചുള്ളിക്കമ്പുകൾ, സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, അവയുടെ ഇലകൾ വിടർത്തി, ടു ക്യാച്ച് ദ ബ്രീസി എയർ, ഇളങ്കാറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി. ആൻഡ് ഐ മസ്റ്റ് തിങ്ക്, ഞാൻ ആലോചിക്കണം, ഞാൻ ചിന്തിക്കണം, ഡു ഓൾ ഐ ക്യാൻ, എനിക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യണം, ദാറ്റ് ദർ വാസ് പ്ലഷർ ദർ, അവിടെ ആനന്ദം ഉണ്ടാകാനായിട്ട്. ആനന്ദമുണ്ടാക്കാൻ, ആനന്ദം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ഞാൻ ചെയ്യണം, അതൊക്കെ ഞാൻ ചിന്തിക്കണം. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്, ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്നുള്ള ഈ വിശ്വാസം, ബി സെൻറ്റ്, അയക്കപ്പെടുകയാണെങ്കിൽ, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഇതാണ് പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതിയെങ്കിൽ. എന്താണ് അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അയച്ച വിശ്വാസം? എന്താ? ആനന്ദം, എല്ലാ വസ്തുക്കൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദം ലഭിക്കണം, അതാണ് സ്വർഗത്തിൽ നിന്ന് അയച്ച വിശ്വാസം. ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഇതാണ് പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതിയെങ്കിൽ. എന്താണ് പ്രകൃതിയുടെ ഹോളി പ്ലാൻ, വിശുദ്ധ പദ്ധതി? എല്ലാറ്റിനും, എല്ലാ വസ്തുക്കൾക്കും ആനന്ദം ലഭിക്കണം, എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദം ലഭിക്കണം, ഇതാണ് പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതി. ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെൻറ്റ്, ഇതാണ് പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതിയെങ്കിൽ. ഹാവ് ഐ നോട്ട് റീസൺ, എനിക്ക് കാരണമില്ലേ, ടു ലാമെൻറ്റ്, വിലപിക്കാനായിട്ട്, എനിക്ക് വിലപിക്കാനായിട്ട് കാരണമില്ലേ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അങ്ങനെയുള്ള ക്രൂരതയല്ലേ മനുഷ്യനോട് തന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് വിലപിക്കാൻ കാരണമുണ്ട് എന്നാണ് കവി പറയുന്നത്. പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതി എന്താണ്? എല്ലാറ്റിനും ആനന്ദം നൽകണമെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രകൃതി ശ്രമിക്കുന്നത്. പ്രകൃതി അതിനു വേണ്ടിയിട്ടാണ് എല്ലാ വസ്തുക്കളെയും അതിനോട് ലിങ്കാക്കുന്നത്, എല്ലാറ്റിനും ആനന്ദം നൽകാൻ. എന്നാൽ മനുഷ്യൻ അത് നശിപ്പിക്കുകയാണ്, മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യനോട് തന്നെ ക്രൂരത ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് കവി ഇവിടെ ദുഃഖിക്കുന്നത്. ലാമെൻറ്റ് എന്ന് പറഞ്ഞാൽ വിലപിക്കുക, അതാണ് കവി വിലപിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇനി നമുക്കിതിൻ്റെ സമ്മറി, അപ്രിസിയേഷൻ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ അപ്രിസിയേഷൻ എങ്ങനെ എഴുതാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ നോക്കാം. ഇതിൻ്റെ അപ്രിസിയേഷന് ഞാൻ നിങ്ങൾക്ക് 18 വേർഡ്സാണ് തരുന്നത്. ഈ 18 വേർഡ്സിലൂടെ നമുക്ക് അതിൻ്റെ 18 സെൻറ്റൻസസ് പഠിക്കാം. അപ്പോൾ അതിൻ്റെ അപ്രിസിയേഷൻ കംപ്ലീറ്റ് ആവും. ഒന്നാമത്തെ വേർഡ് ബ്യൂട്ടിഫുൾ, മനോഹരമായ. എല്ലാ പോയത്തിലും നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസ് ഇത് എഴുതാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നത് വില്യം വേർഡ്സ്വർത്തിനാൽ എഴുതപ്പെട്ട ഒരു മനോഹരമായ കവിതയാണ്. നേച്ചർ പോയം, ഇറ്റ് ഈസ് എ നേച്ചർ പോയം. അതൊരു പ്രകൃതി കവിതയാണ്, പ്രകൃതിയെ പറ്റിയുള്ള കവിതയാണ്. മേക്സ് ഹാപ്പി, 1,000 blended notes of nature makes the poet happy. 1,000 blended notes of nature makes the poet happy. 1000
കൂടിക്കലർന്ന സംഗീത സ്വരങ്ങൾ കവിയെ സന്തോഷവാനാക്കുന്നു. സ്വീറ്റ് മൂഡ്, മാധുര്യമുള്ള മാനസികാവസ്ഥ. ഇറ്റ് വാസ് എ സ്വീറ്റ് മൂഡ്, അത് ഒരു മധുരമുള്ള മാനസികാവസ്ഥയായിരുന്നു. വിത്ത് പ്ലസൻറ്റ് തോട്ട്സ്, സന്തോഷമുള്ള ചിന്തകളോടൊപ്പം. അവിടെ നിങ്ങൾ ഈ വേർഡ്സ് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ SVO, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അതുപോലെ പ്രിപ്പോസിഷൻസ്, അഡ്ജക്റ്റീവ്സ്, ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ഇത് എഴുതാനായിട്ട്. ഇവിടെ സ്വീറ്റ് മൂഡ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ വേർഡ്സ്, ആ വേർഡ്സിൻ്റെ മീനിങ് ആദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഓരോന്നിൻ്റെയും മീനിങ് ആദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാം. എന്നിട്ട് ആ സെൻറ്റൻസിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിൽ വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ വേർഡ്സ് കണക്ട് ചെയ്തിട്ട് സെൻറ്റൻസ് പഠിക്കാൻ പറ്റുക. അതാണ് നമ്മൾ ഈസി ആയിട്ട് ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവും. നിങ്ങൾക്ക് പിന്നെ ഈ വേർഡ് കണ്ടാൽ ആ സെൻറ്റൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ അതിനെങ്ങനെ പഠിക്കണം? ഞാൻ പറഞ്ഞതുപോലെ 2 നോട്ട് വേണം, 2 നോട്ട് ബുക്ക് വേണം. 2 നോട്ട് സിസ്റ്റം. ഒരു ഫുൾ നോട്ടും രണ്ടാമത്തെ നോട്ട് ഈ വേർഡ്സ്, ഞാൻ ഈ തന്നിട്ടുള്ള ഈ വേർഡ്സ് മാത്രം, ചാപ്റ്ററിൻ്റെ പേരും ഈ ഷോർട്ട് നോട്ടും ഈ വേർഡ്സും മാത്രം എഴുതിയിട്ടുള്ള രണ്ടാമത്തെ നോട്ട്സ്. ഈ രണ്ടാമത്തെ ഷോർട്ട് നോട്ടിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് പറഞ്ഞ് പഠിക്കാനായിട്ട്. പറയാനും എഴുതാനും ഈ വേർഡ്സിൽ നോക്കിയിട്ട് വേണം. അപ്പോൾ ഈ വേർഡിൻ്റെ മീനിങ് ആദ്യം നിങ്ങൾക്ക് അറിയണം, പിന്നെ ഈ സെൻറ്റൻസിൻ്റെ ആശയവും അറിയണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സെൻറ്റൻസ് സുഖമായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ സ്വീറ്റ് മൂഡ് എന്നല്ലേ, ഇവിടെ വേർഡ് സ്വീറ്റ് മൂഡ് എന്നല്ലേ, മധുരമുള്ള മാനസികാവസ്ഥ എന്നല്ലേ. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ്, അതിൻ്റെ ആശയം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വരാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കുക. സ്വീറ്റ് മൂഡ്, മധുരമുള്ള മാനസികാവസ്ഥ. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് എന്താ? അത് ഒരു മധുരമുള്ള മാനസികാവസ്ഥ ആയിരുന്നു. ഇറ്റ് വാസ് എ സ്വീറ്റ് മൂഡ്. പിന്നെ അതോടൊപ്പം വിത്ത്, ഒപ്പം, കൂടെ, വിത്ത് പ്ലസൻറ്റ് തോട്ട്സ്. അടുത്തത് ക്രൂവൽറ്റീസ്, ക്രൂരതകൾ. അപ്പോൾ ഇതിലൊരു ലൈൻ ഉണ്ട്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ മേക്സ് ദ പോയറ്റ് സാഡ്. ആ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുള്ളതാണ് മനുഷ്യൻ മനുഷ്യനോട് എന്താണ് ചെയ്യുന്നത്, അതാണ് ഇവിടെ നമ്മൾ ക്രൂരത എന്നുള്ള ഒരർത്ഥത്തിൽ എടുത്തിട്ടുള്ളത്. ക്രൂവൽറ്റീസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ക്രൂരതകൾ. മേക്സ് ദ പോയറ്റ് സാഡ്, കവിയെ ദുഃഖിതനാക്കുന്നു. അതാണ് അതിൻ്റെ സെൻറ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണം? ക്രൂവൽറ്റീസിൻ്റെ മീനിങ് അറിയണം, ക്രൂരതകൾ. പിന്നെ അതിൻ്റെ ആശയം അറിയണം. എന്താണ് അതിൻ്റെ ആശയം? മനുഷ്യൻ്റെ ക്രൂരതകൾ കവിയെ ദുഃഖിതനാക്കുന്നു. അപ്പോൾ ഇനി സെൻറ്റൻസ് പറഞ്ഞു നോക്കുക. ദ ക്രൂവൽറ്റീസ് ഓഫ് മാൻ മേക്സ് ദ പോയറ്റ് സാഡ്. അടുത്തത് ലിങ്ക്സ്, ലിങ്ക് ചെയ്യുക, ബന്ധിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, ലിങ്ക് ചെയ്യുന്നു, ലിങ്ക്സ്. അപ്പോൾ അതിൻ്റെ ആശയം എന്താണ്? ആരാണ് ലിങ്ക് ചെയ്യുന്നത്? പ്രകൃതിയാണ് ലിങ്ക് ചെയ്യുന്നത്. പ്രകൃതി, നേച്ചറാണ് ലിങ്ക് ചെയ്യുന്നത്. എന്തിനെയാണ് ലിങ്ക് ചെയ്യുന്നത്? ആ പോയത്തിൽ പറഞ്ഞ കാര്യം എന്താ? ഫയർ വർക്സിനെയും ഹ്യൂമൻ സോളിനെയും, അല്ലേ, പ്രകൃതിയുടെ മനോഹരമായ കാര്യങ്ങളെയും മനുഷ്യാത്മാവിനുമാണ് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ലിങ്ക് എന്ന് പറയുമ്പോൾ ആരാണ് ലിങ്ക് ചെയ്യുന്നത്? സബ്ജക്റ്റ്. ആരാ? നേച്ചർ. അപ്പോൾ ആ നേച്ചർ എന്ന് ആദ്യം എഴുതി, അതോടൊപ്പം നിങ്ങൾ ഇംഗ്ലീഷ് വേർബ് എഴുതുമ്പോൾ സബ്ജക്റ്റിനോടൊപ്പം തന്നെ നിങ്ങൾ വേർബ് എഴുതണം. നേച്ചർ ലിങ്ക്സ്. ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് ലിങ്ക് ചെയ്യുന്നത്? നേച്ചർ ലിങ്ക്സ് ഫയർ വർക്സ്. ഫയർ വർക്സ് എന്തിനോടാണ്? ടു ഹ്യൂമൻ സോൾ, അല്ലേ? നേച്ചർ ലിങ്ക്സ് ഫയർ വർക്സ് ടു ഹ്യൂമൻ സോൾ, അല്ലെങ്കിൽ വിത്ത് ഹ്യൂമൻ സോൾ. അവിടെ പ്രിപ്പോസിഷനും കറക്റ്റായിട്ട് വെച്ചാൽ ആ സെൻറ്റൻസ് കറക്റ്റായി. അടുത്തത് ഗ്രീവ്ഡ്, ദുഃഖിച്ചു. ദുഃഖിച്ചു, എന്താണ് ദുഃഖിപ്പിച്ചത്? അത് എപ്പോഴും ദുഃഖിച്ച കാര്യം പറയുമ്പോൾ ക്രൂവൽറ്റീസ് ആണ്. ദ ക്രൂവൽറ്റീസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ ക്രൂരതകൾ. ഗ്രീവ്ഡ്, ദുഃഖിപ്പിച്ചു. ദ പോയറ്റ്സ് ഹാർട്ട്, കവിയുടെ ഹൃദയത്തെ. അപ്പോൾ ദുഃഖിപ്പിച്ചു, ഗ്രീവ്ഡ് എന്നുള്ള ദുഃഖിപ്പിച്ചു വന്നാൽ നിങ്ങളുടെ മനസ്സിൽ ആശയം വരണം. മനുഷ്യൻ്റെ ക്രൂരതകൾ കവിയുടെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചു. ക്രൂവൽറ്റീസ് ഓഫ് മാൻ ഗ്രീവ്ഡ് ദ പോയറ്റ്സ് ഹാർട്ട്. അടുത്തത് ഹാപ്പി. ഹാപ്പി, എന്താണ് ഹാപ്പി? നമ്മൾ പറഞ്ഞു അവിടെ പ്ലാന്റ്സും ഫ്ലവേഴ്സും ബേഡ്സും
അതൊക്കെ ഒരു പേഴ്സോണിഫിക്കേഷനായിട്ട് പോയിട്ട് അവിടെ പറയുന്നുണ്ട് അല്ലേ. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? ഇപ്പോൾ നമുക്ക് പൂക്കൾ ഹാപ്പിയാണെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാർ ഹാപ്പിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ മനുഷ്യൻ്റെ ഗുണങ്ങൾ പ്രകൃതിയിലെ ഏതെങ്കിലും ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് ആനിമൽസിനൊക്കെ മനുഷ്യൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു പ്രോപ്പർട്ടി പ്രകൃതിയിൽ അപ്ലൈ ചെയ്യുക, അങ്ങനെ പറയുക. അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കുട്ടികളുടെ ചിത്രകഥാ പുസ്തകത്തിലൊക്കെ ഈ ആനിമൽസൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർ മനുഷ്യരെ പോലെ പെരുമാറുക, മനുഷ്യരെ പോലെ കളിക്കുക, ചിരിക്കുക. അതുപോലെ മനുഷ്യൻ്റെ ആ ഗുണങ്ങൾ ആനിമൽസിനോ പ്ലാന്റ്സിനോ അപ്ലൈ ചെയ്യുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഹാപ്പി ആയിട്ടുള്ളതാരാ? ഇവിടെ ആരാ ഹാപ്പി? എവ്രിതിങ് ഇൻ നേച്ചർ ഈസ് ഹാപ്പി. പ്രകൃതിയിലുള്ള എല്ലാം ഹാപ്പിയാണ് അല്ലേ. എൻജോയ്, ആസ്വദിക്കുന്ന കാര്യം ആരെ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്? ഫ്ലവേഴ്സിനെ ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ എൻജോയുടെ സബ്ജക്റ്റ് ഫ്ലവറാണ്. ഫ്ലവേഴ്സ് എൻജോയ്. നൗണിൻ്റെ കൂടെ എസ് വന്നാൽ വെബിൻ്റെ കൂടെ എസ് വരാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രാമറാണ്. ഫ്ലവർ എൻജോയ്സ്. ഫ്ലവേഴ്സ് വന്നാലോ ഫ്ലവേഴ്സ് എൻജോയ്. അതാണ് ഇംഗ്ലീഷിലത്തെ റൂള്. സിംഗുലറിനാണ് എസ് ചേർക്കേണ്ടത് V1-ന്. ഫ്ലവേഴ്സ് എൻജോയ്, പൂക്കൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ദ എയർ ഇറ്റ് ബ്രീത്ത്സ്, വായു, അവ ശ്വസിക്കുന്ന വായു ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ദ ഫ്ലവേഴ്സ് എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്, പൂക്കൾ അവ ശ്വസിക്കുന്ന വായു എൻജോയ് ചെയ്യുന്നുണ്ട്. ബേഡ്സ്, ഇനി ബേഡ്സിനെ കുറിച്ച് എന്താ പറയണത്? ബേഡ്സിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റിന് അവയുടെ ചിന്തകൾ അളക്കാൻ കഴിയുന്നില്ല, അവയുടെ സന്തോഷം എന്താണെന്ന് മെഷർ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ സെൻറ്റൻസ് പറയാം. The happiness of birds is beyond measure. The happiness of birds is beyond measure. നമുക്ക് അങ്ങനെ പറയാം. The happiness of birds is beyond measure. പക്ഷികളുടെ സന്തോഷം മെഷർ ചെയ്യാവുന്നതിൽ അപ്പുറമാണ്. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറം. The happiness of birds is beyond measure. പക്ഷികളുടെ സന്തോഷം അളക്കാവുന്നതിലും അപ്പുറമാണ്. ഓക്കെ, അടുത്തത് പോയറ്റിക് ഡിസ്. ഈ 10 സെൻറ്റൻസസ് വരെ നമ്മൾ പോയത്തിൽ നിന്ന് എടുത്തതാണ്. ഇനി അതിൻ്റെ കോമൺ ആയിട്ടുള്ള അപ്രിസിയേഷനിൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതേണ്ട എല്ലാ പോയത്തിനും കോമൺ ആയിട്ട് എഴുതാവുന്ന കുറച്ച് പോയിൻ്റാണ് ഇനി 10 മുതൽ 18 വരെ കേട്ടോ. ആ ഒരു 11 മുതൽ 18 വരെ ആ ഒരു 8 സെൻറ്റൻസ് നിങ്ങൾ കോമൺ ആയിട്ട് ഏത് പോയത്തിനും എഴുതാം, ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് അപ്പോൾ അത് കോമൺ ആണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. 11 മുതൽ 18 വരെയുള്ള സെൻറ്റൻസുകൾ കോമൺ ആണ്, കോമൺ സെൻറ്റൻസുകളാണ്. അതായത് നമുക്ക് SSLCക്ക് 5 പോയം പഠിക്കാനുണ്ട്. ഈ 5 പോയത്തിനും എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ 10 സെൻറ്റൻസ് മാത്രം ബാക്കിയുള്ള പോയത്തിൽ നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ 11 മുതൽ 18 വരെ ഇത് തന്നെ എഴുതാം, കുറച്ച് ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇനി 11 നോക്കാം. പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? കവിതയിൽ ഉപയോഗിക്കുന്ന അലങ്കാരങ്ങളാണ്. പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, സിമിലി, മെറ്റഫർ, റൈം സ്കീം, ഇതൊക്കെയാണ് പോയറ്റിക് ഡിവൈസസ്. അപ്പോൾ നമുക്ക് പറയാം, ദ പോയറ്റ് യൂസസ് പോയറ്റിക് ഡിവൈസസ് ടു മേക്ക് ദ പോയം ബ്യൂട്ടിഫുൾ. The poet uses poetic devices to make the poem beautiful. ഈ കവിതയെ മനോഹരമാക്കാൻ കവി ഇതിൽ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്, അലങ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പേഴ്സോണിഫിക്കേഷൻ. അതായത് ഒന്നാമത്തെ ഒരു പോയറ്റിക് ഡിവൈസാണ് പേഴ്സോണിഫിക്കേഷൻ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ബേഡ്സിനെയും അനിമൽസിനെയും അല്ലെങ്കിൽ ഇൻആനിമേറ്റഡ് തിങ്സ്, ജീവനില്ലാത്ത വസ്തുക്കളെയൊക്കെ മനുഷ്യൻ്റെ പോലെയുള്ള ഗുണങ്ങൾ അവയ്ക്ക് കൊടുക്കുക. ഇപ്പോൾ മരം സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ സംസാരിക്കുക, അതൊക്കെ കഥകളിൽ കണ്ടിട്ടില്ലേ, കവിതകളിൽ കണ്ടിട്ടില്ലേ? അതാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ എന്താ? നമുക്ക് ഇതിൽ നിന്നുള്ളൊരു സെൻറ്റൻസ് പേഴ്സോണിഫിക്കേഷൻ പറയാൻ പറ്റുന്നത് എന്താ? ദ ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. അതൊരു പേഴ്സോണിഫിക്കേഷനാണ് അല്ലേ? പൂക്കളെ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ പറയാം. എന്ത്? ദ ഫ്ലവർ enjoys the air it breathes is an example
ഫോർ പേഴ്സോണിഫിക്കേഷൻ. ആ സെൻറ്റൻസ് എഴുതിയിട്ട് എന്ത് എഴുതാം? ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഇതേപോലെ മറ്റു പോയാണെന്നുണ്ടെങ്കിൽ എല്ലാ പോയത്തിലും പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ഉണ്ടാവും. കവികളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പോയറ്റിക് ഡിവൈസാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ആ പോയത്തിലൊരു സെൻറ്റൻസ് എടുത്ത് എഴുതാൻ എന്നിട്ട് പറയാം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ എന്താണ്? ദ ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ, അല്ലെങ്കിൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ. ഇത് പേഴ്സോണിഫിക്കേഷന് ഒരു ഉദാഹരണമാണ്. അടുത്തത് ഇമേജറി. ഇമേജറി ഈസ് ബ്രില്യൻറ്റ്. വളരെ നല്ല ഇമേജറി. ഇമേജറി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. വിഷ്വൽ ഇമേജും ഉണ്ട്, ഓഡിറ്ററി ഇമേജും ഉണ്ട്. അതായത് കവിതയിലെ ചില വരികൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വിഷ്വൽ ഇമേജ്, മനസ്സിൽ പല ചിത്രങ്ങൾ തെളിയും, വിഷ്വൽ ഇമേജ് തെളിയും. എന്നാൽ ചിലത് ശബ്ദങ്ങളാണ്. ബ്ലെൻഡഡ് നോട്ട്സ്, 1000 ഓഫ് ബ്ലെൻഡഡ് നോട്ട്സ് എന്നൊക്കെ എന്നുള്ളത് അത് ഓഡിറ്ററി ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇമേജറി ഈസ് ബ്രില്യൻറ്റ്. 13ാമത്തെ വേർഡ് ഇമേജറി ഈസ് ബ്രില്യൻറ്റ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമേജറി ബ്രില്യൻ്റ് ആണ്. അടുത്ത വിഷ്വൽ ഇമേജസ് ആർ. ഏതൊക്കെയാണ് വിഷ്വൽ ഇമേജസ് എന്ന് എഴുതാം? ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വിഷ്വൽ ഇമേജസ് എന്തൊക്കെയാണ്? ബേർഡ്സ് ഹോപ്ഡ്. വിഷ്വൽ ഇമേജസ് ആർ ബേർഡ്സ്, ഫ്ലവേഴ്സ്, ട്വിഗ്സ്, എക്സെട്ര. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. വിഷ്വൽ ഇമേജസ് ആർ ബേർഡ്സ്, ഫ്ലവേഴ്സ്, ട്വിഗ്സ്, എക്സെട്ര. ഇനി ഓഡിറ്ററി ഇമേജ്. 1000 blended notes is an example for auditory image. അടുത്ത അത് എഴുതാം. 1000 blended notes is an example for auditory image. അടുത്ത അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അലിട്രേഷൻ? ഫസ്റ്റ് ലെറ്റർ സെയിം ആയിട്ട് വരിക, അങ്ങനെ അടുത്തടുത്ത് വേർഡ്സ് വരണം. ഇടയിൽ പ്രപ്പോസിഷൻ ഒന്നും വന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതുപോലത്തെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്താ? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അതിൽ മാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. അടുത്തത് വേർഡ് ചോയ്സ്. വേർഡ് ചോയ്സ് ഈസ് സിമ്പിൾ. പോയിറ്റ് ഇതിൽ സിമ്പിൾ വേർഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വേർഡ് ചോയ്സ് ഈസ് സിമ്പിൾ. ഇതിൽ ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വാക്കുകളൊക്കെ സിമ്പിളാണ്. വേർഡ് ചോയ്സ് സിമ്പിളാണ്. ഇനി റൈം സ്കീം എഴുതാം. റൈം സ്കീം ഈസ് എ ബി എ ബി. അങ്ങനെ നിങ്ങൾ ഇത് ഏത് പോയാണോ വരുന്നത് ആ പോയത്തിൻ്റെ അനുസരിച്ച് എഴുതണം. ആ പോയത്തിൻ്റെ റൈം സ്കീം എന്താണ് എന്ന് നിങ്ങൾ എഴുതണം. ദ റൈം സ്കീം യൂസ്ഡ് ഈസ് എ ബി എ ബി. അപ്പോൾ ഇതേപോലെ ഒരു 18 സെൻറ്റൻസ്, ഈ 18 വേർഡ്സ് നോക്കിയിട്ട് വേണം നിങ്ങളിത് പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾ 2 നോട്ട് ഉണ്ടാക്കണം. രണ്ടാമത്തെ ചെറിയ ഒരു നോട്ട് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഒരു 4-5 A4 ഷീറ്റൊക്കെ വെച്ച് സ്റ്റാപ്ലർ ചെയ്താൽ നിങ്ങൾക്ക് ചെറിയൊരു നോട്ട് ഉണ്ടാക്കാം. അതിൽ നിങ്ങൾ ഈ ഷോർട്ട് നോട്ട് മാത്രം എഴുതണം. ചാപ്റ്ററിൻ്റെ പേരും ഈ വേർഡ്സും മാത്രം എഴുതണം. പിന്നെ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ സെൻറ്റൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനും, അത് നോക്കിയിട്ട് വേണം നിങ്ങൾ സെൻറ്റൻസ് എഴുതാനും. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാനും പറ്റും. നിങ്ങൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. കാരണം നിങ്ങൾ നിങ്ങളുടേതായ സെൻറ്റൻസാണ് പറയുക. നിങ്ങൾ ആ വേർഡ് നോക്കിയിട്ട് സെൻറ്റൻസ് പറയാണ്, ബൈ ഹാർട്ട് ചെയ്യല്ല. അപ്പോൾ അത് മറന്നു പോവില്ല. എക്സാമിന് നന്നായി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ അത് നിങ്ങളുടെ ലാംഗ്വേജ് നന്നായി ഇമ്പ്രൂവ് ആക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്രിസിയേഷൻ. ഈ അപ്രിസിയേഷൻ എല്ലാവരും അത് നോട്ട്സ് എഴുതുക, അതേപോലെ അത് പഠിച്ച് കാണാതെ എഴുതുക. വേർഡ്സ് നോക്കിയിട്ട് കേട്ടോ, ആ ഷോർട്ട് നോട്ട് നോക്കിയിട്ട് നിങ്ങളത് കാണാതെ എഴുതി എനിക്ക് അയച്ചു തരാം.